അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയ കഥ പറയാം. ഒരു സഞ്ചാരിയായ ഒരു വൃദ്ധൻ നടന്ന് ക്ഷീണിച്ച് ഒരു കിണറിൻ്റെ അരികിൽ വിശ്രമിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് 3 സ്ത്രീകൾ ആ കിണറ്റിൽ നിന്ന് വീട്ടാവശ്യത്തിനുള്ള വെള്ളമെടുക്കാൻ വേണ്ടി വരികയും അവർ വരുമ്പോൾ അവരുടെ ഓരോ കുടുംബവിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് വരുന്നത്. അവരുടെ മക്കളെക്കുറിച്ച് പറയുകയാണ് അവിടെ നിന്ന്. അതിൽ നിന്ന് ഒന്നാമത്തെ സ്ത്രീ പറയുകയാണ്, എൻ്റെ മകൻ ഒരു കായിക അഭ്യാസിയാണ്. അവനെപ്പോലെ മികച്ച ഒരു അഭ്യാസി ഇവിടെയില്ല. അവന് എല്ലാ അടവുകളും അറിയാം. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പറയുകയാണ്, എൻ്റെ മകൻ നല്ലൊരു ഗായകനാണ്. വളരെ സുന്ദരമായി മധുരമായ ശബ്ദത്തിലാണ് അവൻ പാട്ടുപാടുന്നത്. മൂന്നാമത്തെ സ്ത്രീ പറയുകയാണ്, എൻ്റെ മകന് പാട്ട് പാടാനോ എൻ്റെ മകൻ ഒരു അഭ്യാസിയോ അല്ല, പക്ഷേ അവൻ വളരെ ദയാലുവും നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ളവനുമാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ വെള്ളം കോരി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഈ വൃദ്ധൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ കൂടെ പോരൂ, അവർ വീട്ടിലുണ്ടാകും. അങ്ങനെ ഈ സ്ത്രീകളോടൊപ്പം ഈ വൃദ്ധനായ മനുഷ്യൻ പോവുകയാണ്. ഏകദേശം വീടിനോടടുക്കാറായപ്പോൾ 3 കുട്ടികളും മാതാക്കളെ കണ്ട് അവരുടെ മാതാവിനെ കണ്ട് ഓടി വരികയാണ്. ഒന്നാമത്തെ മകൻ ഓരോ പ്രകടനങ്ങളും ഓരോ അഭ്യാസങ്ങളും കാണിച്ചു കൊണ്ടാണ് വരുന്നത്. അതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ ആ ഒന്നാമത്തെ സ്ത്രീ നിൽക്കുന്നു. രണ്ടാമത്തെ മകൻ, അവൻ നല്ലൊരു പാട്ടും പാടിയാണ് വരുന്നത്. നല്ലൊരു ഗാനവും ആലപിച്ചാണ് ആ കുട്ടി വരുന്നത്. അപ്പോൾ ആ പാട്ട് കേൾക്കാൻ നല്ല മനോഹരമായ ഗാനമാണ്. മൂന്നാമത്തെ മകൻ വന്നുകൊണ്ട് ആ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ആ വെള്ളപ്പാത്രവുമായി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഈ സ്ത്രീകൾ ഈ വൃദ്ധനോട് പറയുന്നു, ഞങ്ങളുടെ മക്കളെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു മകനെ മാത്രമേ കണ്ടുള്ളൂ. ഒരു അഭ്യാസിയായ ചെറുപ്പക്കാരനെയും നല്ലൊരു ഗായകനെയും ഞാനിവിടെ കണ്ടു. പക്ഷേ ഒരു പുത്രനായിക്കൊണ്ടൊരു മനുഷ്യനെ മാത്രമേ ഒരു പുത്രനായ ഒരു വ്യക്തിയെ മാത്രമേ ഞാനിവിടെ കണ്ടുള്ളൂ എന്ന് ആ വൃദ്ധനായ മനുഷ്യൻ ഈ സ്ത്രീകളോട് പറയുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? ആ വൃദ്ധൻ പറയുകയാണ്, അവർ പല അഭ്യാസ പ്രകടനങ്ങളും നല്ല നല്ല പാട്ടുകളും പാടി വന്നു. പക്ഷേ തൻ്റെ മാതാവ് നല്ല കനമുള്ള വെള്ളം തലയിൽ ചുമന്ന് നിൽക്കുന്നത് കണ്ടിട്ടും അവർ അത് ഗൗനിച്ചില്ല. പക്ഷേ ആ മൂന്നാമത്തെ സ്ത്രീയുടെ മകൻ അവർ നേരെ വന്ന് ആ മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങി പോവുകയാണ് ചെയ്തത്. ആ കുട്ടിക്കറിയാം തൻ്റെ മാതാവ് എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ആ വെള്ളം കാരണമെന്ന്. ഇതാണ് പുത്രൻ എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. കുറേ വിദ്യാഭ്യാസം നൽകിയതുകൊണ്ടോ അവൻ വളരെ ഉന്നതിയിലെത്താൻ നാം സഹായിച്ചതുകൊണ്ടോ ഒരു വ്യക്തി മഹത്വം ഉണ്ടാകുന്നില്ല. ഒരു വ്യക്തിക്ക് മഹത്വം ഉണ്ടാകുന്നില്ല. അവന് വ്യക്തമായ അവൻ്റെ മനസ്സിലുള്ള നന്മയും തിന്മയുമാണ് ഒരു വ്യക്തിയെ ഉന്നതനാക്കുന്നത്. മനസ്സിലുള്ള നന്മയാണ് ഒരു വ്യക്തിയെ ഉന്നതനാക്കുന്നത്. അവൻ്റെ മനസ്സിലുള്ള തിന്മയാണ് ഒരു മനുഷ്യനെ അധോഗതിയിലേക്കും ആക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക്
വരികയും അവൻ്റെ മാതാപിതാക്കൾ അമുസ്ലിമായി തന്നെ നിലകൊള്ളുകയും ചെയ്താൽ ഈ മുസ്ലിമായ യുവാവിന് അവൻ്റെ മാതാപിതാക്കളോട്, മുസ്ലിമായ മാതാപിതാക്കളോട് എന്തോരം എങ്ങനെയുള്ള കടപ്പാടുകളുണ്ടോ അതെല്ലാം ഈ അമുസ്ലിമായ മാതാവിനോടും പിതാവിനോടും അവനുണ്ട്. അവർ എന്താണോ അവനോട് പറയുന്നത് അത് അനുസരിക്കാൻ ഈ മുസ്ലിമായ ഈ യുവാവ് ബാധ്യസ്ഥനാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു വരൂ എന്നതൊഴിച്ച് ബാക്കി എന്ത് പറഞ്ഞാലും ഈ യുവാവ് അവൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അവരെ വയസ്സായി കഴിഞ്ഞാൽ അവരെ പരിചരിക്കണം, അവർക്ക് ചിലവിന് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യൽ ഈ യുവാവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.